ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ തേൻ മിഠായിയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരുപാട് വാങ്ങി കഴിക്കാറുള്ള ആ ഒരു തേൻ മിഠായിയാണ്. പക്ഷേ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3/4 കപ്പ് ദോശ റൈസാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി റൈസ് ഉണ്ടെങ്കിൽ ഇഡ്ഡലി റൈസ് എടുക്കാം. പിന്നെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് 2-3 മണിക്കൂർ കുതിർത്തിട്ടുള്ള അരിയും ഉഴുന്നുമാണ്. അപ്പോൾ വെള്ളമൊക്കെ വാർന്നെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കണം. ഇപ്പോൾ ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് വെള്ളം ഒന്ന് വാർന്നെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നല്ലോണം വെള്ളം വാർന്നെടുക്കണമെന്നില്ല. വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ വെള്ളം ചേർത്തിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. പക്ഷേ വെള്ളത്തിൻ്റെ ആ ഒരു അളവ് കറക്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം വാർന്നെടുക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തിക്നെസ് മനസ്സിലാക്കിയിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിലോട്ട് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം പാകത്തിനാകുന്നുണ്ട്. ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ അരച്ചെടുത്താൽ മതി. പിന്നെ അതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ 1/2 കപ്പ് വെള്ളം പാകത്തിനാകുന്നുണ്ട്. എന്നാലും ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആകണം. അതുകൊണ്ട് കേട്ടോ ഒരുപാട് ലൂസാകാനും പാടില്ല, അതുപോലെ ഒരുപാട് തിക്കാവാനും പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അരച്ചെടുക്കാം. പിന്നെ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടല്ല, നമ്മൾ അരക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മതി. പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലോട്ട് ഓറഞ്ച് ഫുഡ് കളർ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പാകം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ ആക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒരു 2 ഏലക്കയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ജസ്റ്റ് ആ ഒരു പഞ്ചസാര ഒന്ന് മെൽട്ടായി വന്നാൽ മതി. പിന്നെ അതുപോലെ ഇത് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. നമ്മൾ ഇതിലോട്ട് നമ്മളുണ്ടാക്കിയ ആ ഒരു തേൻ മിഠായി ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഷുഗർ സിറപ്പിന് നല്ല ചൂടുണ്ടായിരിക്കണം. അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് മറ്റേ അടുപ്പിലോട്ട് മാറ്റാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. നമുക്ക് എണ്ണ ചൂടാക്കണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമ്മൾ ഇതിലോട്ട് 1 സ്പൂൺ വെച്ചിട്ട് മാവ് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ചെറിയൊരു ബോൾസ് ആ ഒരു ഷേപ്പ് പോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണ്ട, ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. ഇത് കുറച്ച് ഇതിൻ്റെ ഉൾഭാഗം അതുപോലെയൊക്കെ വെന്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മാറ്റാം. ഒരുപാട് നേരം ഫ്രൈ ചെയ്താൽ ഹാർഡായി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ സിറപ്പിന് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. ഈ ഒരു തേൻ മിഠായി അതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ എണ്ണ ജസ്റ്റ് ഒന്ന് ഇതായ ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ഷുഗർ സിറപ്പിൽ ഒരു 10 മിനിറ്റ് നേരം ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കുക. ഞാൻ പറഞ്ഞ പോലെ നല്ല ചൂടുണ്ടായിരിക്കണം, ലോ ഫ്ലെയിമിലാക്കി വെക്കുക ഷുഗർ സിറപ്പ്. എന്നിട്ട് ഇതിലൊരു 10 മിനിറ്റ് നേരം ഇത് സോക്ക് ചെയ്യണം. 10 മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് മാറ്റാം. ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു സമയം ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പിലിട്ട് വെച്ചത് ആദ്യം ഇട്ട് വെച്ചത് മാറ്റാം. അപ്പോൾ നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ ഇതിലോട്ട് അകത്തൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ രണ്ടാമത് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ മൊത്തം ഫ്രൈ ചെയ്തെടുത്ത് ഷുഗർ സിറപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഷുഗർ കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒക്കെ ഷുഗർ സിറപ്പൊക്കെ ഇങ്ങനെ താഴോട്ട് വീഴും. അത്രയും ഷുഗർ സിറപ്പ് അകത്ത് കയറണം, എന്നാൽ മാത്രമാണ് നമുക്ക് അത്രയും നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമ്മളിത് ജസ്റ്റ് പഞ്ചസാരയിലിട്ട് ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. അപ്പോൾ ഞാൻ പഞ്ചസാര ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ പഞ്ചസാര, തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പൊടിച്ചിട്ടല്ല, ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തേൻ മിഠായി ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തേൻ മിഠായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.